വനിതാ സംവരണ നിയമ ഭേദഗതി ബിൽ ലോക്സഭയിൽ പരാജയപ്പെട്ടതിൽ പ്രതിപക്ഷത്തിനെ അതിരൂക്ഷമായി വിമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നാരീശക്തിക്ക് പ്രതിപക്ഷം തടയിട്ടു. നാരീശക്തിയുടെ സ്വപ്നങ്ങൾ തകർത്തതിൽ അമ്മമാരോടും സഹോദരിമാരോടും ക്ഷമ ചോദിക്കുന്നുവെന്നും രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി പറഞ്ഞു. കോൺഗ്രസ്, DMK ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ സ്വാർത്ഥതയാണ് വനിതാ ബില്ലിനെ പരാജയപ്പെടുത്തിയത്. ബിൽ പരാജയപ്പെട്ടതിന് പിന്നാലെ കുടുംബാധിപത്യ പാർട്ടികൾ ആഘോഷിച്ചുവെന്നും പ്രധാനമന്ത്രിയുടെ വിമർശനം. नारी शक्ति वंदन अधिनियम में संशोधन नहीं हो पाया और मैं इसके लिए सभी माताओं बहनों उनसे मैं क्षमा प्रार्थी हूं. कांग्रेस, DMK, TMC और समाजवादी पार्टी जैसे दलों की स्वार्थी राजनीति का नुकसान देश की नारी शक्ति को उठाना पड़ा है. जो पाप विपक्ष ने किया है इसकी उन्हें सजा जरूर मिलेगी. इन्हें डर है अगर महिलाएं सशक्त हो गई तो इन परिवारवादी पार्टियों का नेतृत्व खतरे में पड़ जाएगा. അർജുൻ പീതാംബരൻ വിശദാംശങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അർജുൻ, പ്രതിപക്ഷത്തെ രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞ പാർട്ടികളുടെ പേരുകൾ നമ്മുടെ മുൻപിലുണ്ട്. ബംഗാൾ ഒപ്പം തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണല്ലോ പ്രധാനമന്ത്രിയുടെ അതിരൂക്ഷ വിമർശനങ്ങൾ. അർജുൻ, ഭ്രൂണഹത്യ എന്നൊരു വിമർശനമാണ്, ഒരു വിശേഷണമാണ് ഈ ബില്ല് ലോക്സഭയിൽ പരാജയപ്പെട്ടതിന് മോദി നടത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും കോൺഗ്രസിനും പ്രതിപക്ഷത്തിനൊട്ടാകെ വലിയ രീതിയിൽ അതിരൂക്ഷമായിട്ടുള്ള വിമർശനം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വെക്കുന്നു. ഈ പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ വനിതാ ബില്ലിന്, വനിതാ ശാക്തീകരണത്തിന്, വനിതാ സംവരണത്തിന് എതിരാണ് എന്നുള്ള കാര്യമാണ് പ്രധാനമന്ത്രി പറഞ്ഞു വെക്കുന്നത്. അതിനൊരു കാരണം കൂടി പറയുന്നുണ്ട്. ഈ കുടുംബാധിപത്യ പാർട്ടികൾക്ക് വനിതാ സംവരണത്തെ ഭയമാണ്. അതിന് കാരണം വനിതാ സംവരണം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ എല്ലാം തന്നെ നേതൃനിര തകരും എന്നൊരു ഭയം ഈ പറയുന്ന കുടുംബാധിപത്യ പാർട്ടി എന്ന് ലക്ഷ്യം വെച്ച് പറയുന്നത് കോൺഗ്രസിനെയും DMKയും തൃണമൂൽ കോൺഗ്രസിനെയും സമാജ്വാദി പാർട്ടിയും ഉൾപ്പെടെയുള്ള പാർട്ടികളെയാണ്. ഈ 4 പാർട്ടികളുടെയും പേരെടുത്ത് വൻതോതിൽ വിമർശിക്കുന്നുണ്ട്. അതായത് പ്രധാനമന്ത്രിയുടെയും അതുപോലെ BJPയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും സന്ദേശം എന്ന് പറയുന്നത് വളരെ വ്യക്തമാണ്. ഈ ബില്ല് ലോക്സഭയിൽ പാസ്സാകാതെ പോയത്, ലോക്സഭ കടക്കാതെ പോയത് എല്ലാ തരത്തിലും കോൺഗ്രസ് തലയിൽ ഇട്ടുകൊണ്ട്, അതും വനിതകൾക്കെതിരെയാണ്. വനിതാ സംവരണത്തിനും വനിതാ ശാക്തീകരണത്തിനും കോൺഗ്രസും മറ്റു പ്രതിപക്ഷ പാർട്ടികളും എതിരാണ് എന്നുള്ള നറേറ്റീവ് തന്നെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ രാജ്യത്തുണ്ടാകുന്ന എല്ലാ പരിഷ്കാരങ്ങൾക്കും കോൺഗ്രസ് വിരുദ്ധമാണ്, അതിനെല്ലാം എതിർക്കുന്നു. പരിഷ്കാരങ്ങളിൽ നിന്ന് കേൾക്കുന്നതേ പ്രതിപക്ഷത്തിന് ഭയമാണെന്നുള്ളൊരു കാര്യം കൂടിയാണ്, ആരോപണം കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത്. അതിന് ചില ഉദാഹരണങ്ങൾ അദ്ദേഹം അക്കമിട്ട് പറയുന്നുണ്ട്. മുത്തലാഖ്, ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ്, GST, SIR ഉൾപ്പെടെയുള്ള പല പരിഷ്കാരങ്ങൾ കേന്ദ്ര സർക്കാർ, BJP സർക്കാർ കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ അതെല്ലാം തന്നെ എതിർത്ത ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അത് കോൺഗ്രസ് എതിർക്കുക മാത്രമല്ല, ഇന്ത്യ സഖ്യത്തെയും എതിർക്കാൻ വേണ്ടി നിർബന്ധിച്ചു. അങ്ങനെ അതെല്ലാം വലിയ തോതിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച ഒരു പ്രതിപക്ഷമാണ് ഈ രാജ്യത്തുള്ളത്. അതെല്ലാം തന്നെ രാജ്യത്തിന്റെ വികസനത്തിനെ തടുക്കുന്നു എന്നുള്ളൊരു ആരോപണം കൂടി പ്രധാനമന്ത്രി മുന്നോട്ട് വെക്കുന്നുണ്ട്. അർജുൻ പീതാംബരനാണ് വിശദാംശങ്ങൾ നൽകിയത്. വനിതാ സംവരണ നിയമ ഭേദഗതിയിലെ വിമർശനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മറുപടിയുമായി പ്രതിപക്ഷ പാർട്ടികൾ. സ്ത്രീകളെ മറയാക്കുന്നത് അപമാനകരമെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഡെറിക് ഒബ്രിയാൻ കുറ്റപ്പെടുത്തി. കേന്ദ്രത്തിന്റെ വഞ്ചനാപരമായ ശ്രമങ്ങൾക്കായിരുന്നു പ്രധാനമന്ത്രി ക്ഷമ ചോദിക്കേണ്ടത് എന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ്. തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലെ മാതൃകാ പെരുമാറ്റച്ചട്ടങ്ങളുടെ നഗ്നമായ ദുരുപയോഗമാണെന്ന് CPI നേതാവ് P. സന്തോഷ് കുമാർ MP പ്രതികരിച്ചു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.